ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. നമ്മുടെ അച്ചമ്മയാണെങ്കിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് ചന്ദ്രോദയത്തിൽ. അതുകൊണ്ട് തന്നെ എപ്പിസോഡുകളൊക്കെ നന്നായിട്ടൊന്ന് കൊഴുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ നല്ല കട്ടയ്ക്കുള്ള പണികളാണ് അച്ചമ്മ കൊടുത്തോണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ശ്രുതി എല്ലാ കാര്യത്തിലും മടി പിടിച്ചിരിക്കുകയും ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും രേവതിയോട് കുശുമ്പ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെരുങ്കള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ചമ്മ അങ്ങനെ ഒരു നല്ല പണി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പണിയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ നീലിമ കൂടി എത്തുന്നത്. നീലിമ എത്തുമ്പോൾ പിന്നെ ഈ സത്യങ്ങളെല്ലാം അങ്ങ് അറിയാണ് കേട്ടോ. രവിയുടെ 55 ലക്ഷം രൂപ മുക്കിയിരിക്കുന്നത് ശ്രുതിയും കൂടിയാണെന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും നമ്മുടെ അച്ചമ്മ ശ്രുതിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അച്ചമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വാ, ഈ ജോലികളൊക്കെ അങ്ങ് ചെയ്തോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇതെന്താ, എനിക്കിതിനൊന്നും നേരെയില്ല, എനിക്ക് രാവിലെ ഓഫീസിലൊക്കെ പോകണമെന്ന് പറയണേ. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ മോളെ എന്ന് പറയാം. ഇവിടെ ഈ പണികളൊക്കെ കിടക്കുമ്പോൾ നീ എന്തിനിങ്ങനെ ഓഫീസിൽ പോകുന്നേ, നീ എങ്ങോട്ട് ഈ അണങ്ങി ഒരുങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് പാർലറിൽ പോകണം, എൻ്റെ വർക്കൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കുക. പറയുന്നുണ്ട്, തൽക്കാലം നീ വർക്കൊന്നും ചെയ്യണ്ട, കാരണം നിനക്കിട്ട് തന്നെയാണ് നിൻ്റെ അമ്മായിയമ്മ നല്ല പണി തന്നിരിക്കുന്നത്, അല്ലാതെ രേവതിക്കൊന്നും അല്ലെന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് പണി തന്നെന്നാ അച്ചമ്മ ഈ പറയുന്നത്? അല്ല പിന്നെ ചന്ദ്ര കാണിച്ചത് എന്താണെന്ന് നീ കണ്ടില്ലേ? രേവതി വീണ് കാലൊടിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അവൾ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞു പോയില്ലേ? അത് ആർക്കുള്ള പണിയാ? നിനക്കുള്ള പണിയാ, അല്ലെങ്കിൽ പിന്നെ രേവതിക്കുള്ള പണിയാന്ന് പറയാൻ പറ്റുമോ? രേവതി വയ്യാണ്ട് കിടക്കല്ലേ, വീട്ടിലെ ജോലികളൊക്കെ പിന്നെ ആര് ചെയ്യുമെന്ന് വെച്ചിട്ടാ ചന്ദ്ര പോയത്? നിന്നെ പ്രതീക്ഷിച്ച് തന്നെയാണ്. നീ വലിയ കൊമ്പത്തെ ആളാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചന്ദ്ര, മലേഷ്യക്കാരിയാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കാത്തു കെട്ടി പൊന്നെ പഞ്ചാരയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ മലേഷ്യക്കാരിയാണെന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളെന്നും അവിടുന്ന് പണമൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ലെന്നും ചന്ദ്രയ്ക്കൊന്നും തടയുന്നില്ലെന്നും ഒക്കെ മനസ്സിലാക്കിയപ്പം അവൾ നിനക്ക് നൈസായിട്ട് പണി തന്നതാ മോളെ. അതുകൊണ്ട് തന്നെ നീ തന്നെ ഈ പണികളെല്ലാം ചെയ്തോളാൻ പറയാം. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി, അച്ചമ്മ എവിടെയില്ലേ, അച്ചമ്മ കൂടി ചെയ്യില്ലെന്ന് ചോദിക്കുക. ഞാനേ രേവതി മോളെ നോക്കുക എന്ന കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ നിൻ്റെ കാര്യമൊന്നും ചെയ്യാൻ വയ്യ. ഏതായാലും നിൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ നീ ഈ പണിയെല്ലാം അങ്ങ് ചെയ്തോളാൻ പറയാം. അങ്ങനെ നല്ല കട്ടയ്ക്ക് പണി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. ശ്രുതിയാണെ ആകെ ദേഷ്യത്തിലാണ്. ശ്രുതിയെ മുറിയിൽ ചെന്ന് കഴിയുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ദേ എനിക്കിതൊന്നും സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുത്തെ വേലക്കാരിയായിട്ട് നിൽക്കാനൊന്നുമല്ല വന്നത്, മാന്യമായൊരു ജോലിയും വരുമാനമൊക്കെ എനിക്കുണ്ട്, എനിക്ക് പാർലറിൽ പോകണം, അവിടെ പോകാതെ എനിക്ക് ഇവിടെ ഇങ്ങനെ അടുക്കളപ്പണി ചെയ്ത് കിടക്കാനൊന്നും പറ്റില്ല. നിൻ്റെ അച്ചമ്മയല്ല ആര് പറഞ്ഞാലും ഞാനതൊന്നും അംഗീകരിക്കില്ലെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി എന്ത് ചെയ്യാനാ, ഇപ്പം ആ രേവതി കിടപ്പായി പോയതല്ലേ, അന്ന് അവൾ കിടപ്പായപ്പം നമ്മൾ സന്തോഷിച്ചു, നന്നായി എന്ന് വിചാരിച്ചു. ദേ ഇപ്പം പണി നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിനക്ക് പണി തന്നത് അമ്മ തന്നെയാന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശരിയാ, ആൻറ്റി തന്നെയാണ് എനിക്ക് പണി തന്നത്. ആൻറ്റിയുടെ ഒരു ഒടുക്കത്തെ തീർത്ഥാടനം എന്തിന്? രേവതി വീണ് കിടന്നപ്പോഴേക്കുമാണ് ആൻറ്റിക്ക് തീർത്ഥാടനത്തിൽ പോകാൻ തോന്നിയത്. അത് എനിക്കിട്ട് തന്ന പണി തന്നെയാണെന്ന് എനിക്കറിയാം. അച്ചമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, പണം ഒന്നും തടയാത്തത് കൊണ്ടുള്ള പ്രശ്നമായത് എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നീ കുറച്ച് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനുശേഷം അമ്മ ഇങ്ങോട്ട് വരികയല്ലോ, അച്ചമ്മ ഇവിടുന്ന് പോവുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ശ്രുതി പറയാ, എനിക്ക് ഒറ്റ ദിവസം പോലും ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എടി തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യേ, ഇല്ലെങ്കിൽ അച്ചമ്മ നമ്മളെ ഇവിടുന്ന് ആട്ടി ഓടിച്ചു വിടും. ഈ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ, ഒന്ന് നിലയ്ക്ക് നിൽക്കട്ടെ, അതിനുശേഷം നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാം. നമ്മളെപ്പോഴേ തീരുമാനിച്ചതാ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റോ വീടോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് മാറണമെന്ന്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇവരുടെ ആരുടെയും ശല്യമില്ല, ഇവിടെ ഇപ്പോൾ റൂമിൻ്റെ പ്രശ്നമല്ലേ, അതും ഇല്ല എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ആ റൂമിൻ്റെ പ്രശ്നം എനിക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലല്ലേ ഇപ്പോൾ ആ രേവതിയെ കിടത്തിയിരിക്കുന്നത്, അവൾക്ക് വയ്യെന്ന് പറഞ്ഞാൽ അവിടെ കൂടെ കിടത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ പണിയെടുത്ത് നടുവൊടിഞ്ഞ് മടുക്കുകയാണ് നമ്മുടെ ശ്രുതി. അതിൻ്റെ ഇടയ്ക്ക് അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ, ദേ ഈ വീൽ ചെയറൊക്കെ തള്ളിക്കൊണ്ട് നടക്കാൻ ശ്രുതിയോട് പറഞ്ഞാൽ മതി കേട്ടോ രേവതി, ശ്രുതി ഇതൊക്കെ തള്ളിക്കൊണ്ട് നടന്നോളും, അവളുടെ ഉത്തരവാദിത്തമല്ലേ നിന്നെ നോക്കുക എന്നുള്ളത്. ഇത്രയും നാളും രാവന്തിയോളം പണിയെടുത്ത് എല്ലാവരെയും പോറ്റുകയും എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്തത് നീയല്ലേ, ഇനിയിപ്പം നിൻ്റെ കാര്യം വരുമ്പം ഇവരൊക്കെ കുറച്ച് സഹിക്കട്ടെ എന്ന് പറയാണ്. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ നമ്മുടെ ശ്രുതി അവിടെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക.
അതേസമയം നമ്മുടെ നീലിമ എത്തിയിട്ടുണ്ട് കേട്ടോ. നീലിമയാണെങ്കിൽ കാനഡയിൽ നിന്ന് വന്നത് തന്നെ സുധിയെ ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അന്ന് പിടിച്ച പിടിയാലെ കേസൊക്കെ കൊടുത്ത് നീലിമയുടെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ അങ്ങോട്ട് വാങ്ങിച്ചെടുത്തു സുധി. അത് നീലിമയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. കാരണം അന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ സ്റ്റേഷനിൽ വെച്ച് ഒരു കരാറിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ആ പണം തിരികെ കൊടുക്കേണ്ടി വന്നെന്നുള്ളത് സത്യമാണ്. കാരണം അന്ന് എൻ്റെ നീലിമയ്ക്ക് പോകേണ്ടത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. നീലിമ ഒരു തട്ടിപ്പുകാരി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സുധിയുടെ കയ്യിൽ നിന്ന് അന്ന് പണമൊക്കെ ആയിട്ട് മുങ്ങിയത്. പക്ഷേ ഈ 55 ലക്ഷം രൂപ വെറുതെ അങ്ങ് സുധി അടിച്ചെടുത്തപ്പോഴേക്കും തിരിച്ചു വാങ്ങിച്ചപ്പോഴത്തേക്കും അതൊന്നും അങ്ങനെ വെറുതെ വിടാൻ നീലിമ തീരുമാനിച്ചിട്ടില്ല. വന്ന പാടെ നീലിമയുടെ ആൾക്കാരോട് പറയുന്നുണ്ട് കേട്ടോ, ദേ ഞാനൊരു കൊട്ടേഷൻ തരിക നിങ്ങൾക്ക്. എന്താന്ന് വെച്ചാലേ ഒരുത്തൻ എന്നെ അങ്ങ് വഹിച്ചിരിക്കുകയാണ്. അന്ന് അവനോട് ഞാൻ കുറച്ച് പണമൊക്കെ വാങ്ങിച്ചാണ് മുങ്ങിയത്. പക്ഷേ അങ്ങനെ ഞാൻ മുങ്ങി നടന്ന സമയത്ത് അവൻ അങ്ങ് എന്നെ ട്രാപ്പ് ചെയ്ത് പിടിച്ചു. അവനും അവൻ്റെ ഭാര്യയും കൂടെ കേസ് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആ പണം പിടിച്ച പിടിയാലെ വാങ്ങി. ആ ദുർബല നിമിഷത്തിൽ എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. കൊടുത്തില്ലെങ്കിൽ ഞാനിവിടെ കുടുങ്ങിപ്പോയേനെ. അതുകൊണ്ട് തന്നെ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അവൻ ആ പണം കൊടുത്തു. പക്ഷേ അവനെ പോലൊരു ചതിയനെ ഞാൻ വെറുതെ വിടിയല്ല. അവൻ്റെ കയ്യിൽ നിന്ന് ആ പണം തിരികെ മേടിക്കാതെ ഈ നീലിമ ഇനി പോവില്ല. ഈ പ്രാവശ്യം ഞാൻ വന്നതിൻ്റെ പ്രധാന കാരണവും അത് തന്നെയാണ് എന്ന് നീലിമ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ വാച്ച് ചെയ്യാണ് കേട്ടോ സുധിയുടെ കാര്യങ്ങളൊക്കെ. കാരണം സുധി ഈ എങ്ങനെയാലും സുധിയുടെ കയ്യിൽ നിന്ന് പണം തിരികെ വാങ്ങണം, തന്നെ ചതിച്ചയാളാണെന്നൊക്കെ നീലിമ വിചാരിക്കുകയാണ്. അവനെന്നെ ട്രാപ്പ് പെടുത്തി ആ പണം തിരികെ വാങ്ങി അതെനിക്ക് തിരിച്ച് വാങ്ങുക തന്നെ ചെയ്യണം. അവനെ ഞാൻ വെറുതെ വിടുകയല്ലെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ആൾക്കാരെയൊക്കെ വച്ചിരിക്കുകയാണ് സുധി പോകുന്നതും വരുന്നതൊക്കെ കാണാൻ. അങ്ങനെ പറയുന്നുണ്ട് അവരോട്, ദേ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവൻ വരുന്ന വഴി നമുക്ക് അവനെ അങ്ങ് പൊക്കണം എന്ന് പറയാണ്. സുധിയെ തട്ടിക്കൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ നോക്കി നിൽക്കുകയാണ് സുധിയുടെ വീടിൻ്റെ മുമ്പിൽ ആൾക്കാർ. അപ്പോൾ സുധി കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കാറിലേക്കൊക്കെ കയറുമ്പം അന്നാണെങ്കിൽ നമ്മുടെ ശ്രുതി പോകുന്നുമില്ല കേട്ടോ. ശ്രുതിയോട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ പോവാ നിങ്ങൾ രണ്ടുപേരും കൂടെ? എങ്ങോട്ടാണ് ശ്രുതി അണിഞ്ഞൊരുങ്ങി നീ രാവിലെ ഇറങ്ങുന്നത്? ഈ വീട്ടിൽ ഇത്രയധികം ജോലികൾ കിടക്കുമ്പം നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പാർലറിൽ പോകണം, ശ്രുതിക്ക് കടയിൽ പോകണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് പറയുമ്പം അച്ചമ്മ തീർത്ത് പറയാ, ഇല്ല നീ ഇന്ന് പോകുന്നില്ല ശ്രുതി, നീ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അവൻ പൊക്കോട്ടെ കടയിൽ, നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യ്. രേവതിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ഇത്രയും നാളും രേവതി നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ ചന്ദ്രയില്ല, രേവതിക്ക് വയ്യാതെ ഇരിക്കുന്ന സമയത്ത് നീ അണിഞ്ഞൊരുങ്ങി പോകണ്ട. 2 ദിവസം നിൻ്റെ പാർലർ തുറന്നില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് വീട്ടിൽ കയറി ജോലി ചെയ്യാൻ പറയാം. അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതിക്ക് കേട്ടോ. ശ്രുതി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ശ്രുതി ഞാൻ കടയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി കാറിലൊക്കെ കയറി ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുത്തൻ വിളിച്ചിട്ട് നീലിമയോട് പറയുന്നുണ്ട് കേട്ടോ, അത് നീലിമേ ദേ ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അവൻ തന്നെയുള്ളൂന്ന് പറയാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇവരുടെ ആൾക്കാർ അവിടെ കാത്തു നിന്നിട്ട് ശ്രുതിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കെട്ടിടത്തിൽ കെട്ടിയിട്ടിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ നീലിമ ചോദിക്കുന്നുണ്ട്, എടാ നീ അങ്ങനെ എന്നെ പറ്റിച്ച് പണമായിട്ട് പോകാമെന്ന് വിചാരിച്ചോ? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ലല്ലേ? അന്ന് നിൻ്റെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് കാനഡയ്ക്ക് പോകാമെങ്കിൽ എനിക്കത് തിരികെ വാങ്ങാനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ നീലിമ തിരിച്ചു വന്നേ. ആ ഒരു സാഹചര്യത്തിൽ ആ പണം നിനക്ക് ഞാൻ തിരികെ തന്നില്ലായിരുന്നെങ്കിൽ എനിക്കിവിടുന്ന് പോകാൻ പറ്റാതെ ഞാനിവിടെ കുടുങ്ങിപ്പോയേനെ. അതുകൊണ്ടാണ് ഞാൻ പണം തന്നത്. അല്ലാതെ അതങ്ങ് തന്നിട്ട് നീലിമ അങ്ങ് യാത്ര പറഞ്ഞു പോകുമെന്ന് നീ അങ്ങ് വിചാരിച്ചോ? എനിക്ക് ആ പണം തിരികെ കിട്ടണമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, എന്താ നീലിമ നീ പറയുന്നത്? ആ പണം തിരികെ കിട്ടണമെന്നോ? അതൊന്നും ഇനി തിരികെ തരാനൊന്നും പറ്റില്ല. അതെൻ്റെ പണമാണ്, എൻ്റെ അച്ഛൻ്റെ പണമാണ്. അത് നീ അന്ന് പറ്റിച്ചുകൊണ്ട് പോയതല്ലേ. അത് തിരികെ തന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എഗ്രിമെൻ്റ് ഒപ്പിട്ടല്ലേ. ഇനിയിപ്പം അത് തിരികെ തരാനൊന്നും പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ നീ പറഞ്ഞാൽ പറ്റില്ലല്ലോ, നീ ഇവിടെ കിടന്ന് ഇടികൊണ്ട് ചാവുള്ളൂ. നീലിമ ഈ പ്രാവശ്യം വന്നതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്, നിൻ്റെ കയ്യിൽ നിന്ന് പണം തിരികെ വാങ്ങണം. എങ്ങനെ ആയാലും വേണ്ടില്ല, എനിക്ക് ആ പണം തിരികെ കിട്ടണം. ഇനി ഞാൻ പോകുമ്പം ആ പണവുമായിട്ടേ പോവുള്ളൂ എന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുക, അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി, ഞാനൊരു ഷോപ്പ് തുടങ്ങി. അതുകൊണ്ട് എൻ്റെ കയ്യിൽ 10 പൈസയില്ല. ഇനി ആ പണം തിരികെ തരാനും പറ്റില്ലെന്ന് പറയാൻ. അപ്പോൾ പറയുന്നുണ്ട്, ഓഹോ ആ പണം തിരികെ തരാൻ പറ്റില്ലേ? നീ ഷോപ്പൊക്കെ തുടങ്ങിയല്ലേ? അപ്പം നീ ഷോപ്പ് തുടങ്ങി, നിൻ്റെ അച്ഛൻ്റെ പണമല്ലേ? നിൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട പണമല്ലേ? നിൻ്റെ അച്ഛനെ പറ്റിച്ചിട്ടല്ലേടാ അന്ന് നീ ആ പണം കൊണ്ട് വന്നത്? അതല്ലേടാ ഞാൻ കൊണ്ടുപോയത്.
ഇപ്പം ആ പണം തിരിച്ചു വാങ്ങിയിട്ട് നീ വീട്ടിൽ കൊടുത്തില്ലല്ലേ, നീ സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങി. എന്തായാലും എനിക്ക് ആ പണം കിട്ടണം സുധി എന്ന് പറയുമ്പോൾ സുധി പറയാ, ഒരു നിവർത്തിയില്ല, നീ എന്തൊക്കെ ചെയ്താലും ആ പണം തരാൻ പറ്റില്ല, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലതെന്ന് പറയണം. അപ്പം നീലിമ പറയുന്നുണ്ട്, ശരി നിന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാം, കുഴപ്പമില്ല, പക്ഷേ ആ പണം തിരികെ വാങ്ങാൻ നീലിമയ്ക്ക് അറിയാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സുധിയെ തിരിച്ചൊക്കെ വിടുകയാണ്. പണം കിട്ടില്ല എന്നൊക്കെ കണ്ടിട്ട് സുധി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രുതിയെ വിളിച്ചിട്ട് റൂമിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ നീലിമയുണ്ടല്ലോ, അവൾ വന്നിട്ടുണ്ട് വീണ്ടും എന്ന് പറയാൻ. ഓ, നിങ്ങളുടെ ആ പഴയ കാമുകിയല്ലേ, നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയ അവളല്ലേ, അവളിനി തിരികെ വന്നെന്താ നിങ്ങളോട് പണമൊക്കെ ആവശ്യപ്പെട്ടോ? ഓ, ഇപ്പം നിങ്ങൾ വലിയ ബിസിനസ്മാനൊക്കെ അല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുക. എൻ്റെ പൊന്നു ശ്രുതി, നീയൊന്നും മിണ്ടരുത്, അവൾ വന്ന് ഇന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയി. ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പോകുമ്പം അവളുടെ ആൾക്കാർ ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ട് പോയെന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾ കേസ് കൊടുത്തില്ലേ? നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ മേലായിരുന്നോ? നിങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇനിയും അവളിങ്ങനെ ഉപദ്രവിക്കോ ഇല്ലെന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പം സുധി പറയാ, എങ്ങനെ കേസ് കൊടുക്കാനടി? അവൾ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസാവും, കൂട്ടമാവും, അന്വേഷണമാവും, ഇവിടെ വരും പോലീസ്. അങ്ങനെ നീലിമയ്ക്ക് ഞാൻ പണം കൊടുത്തെന്നും അത് തിരികെ തന്നെന്നും ഒക്കെ ഇവിടെയുള്ളവരെല്ലാവരും അറിയില്ലേ? നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച പണം കൊണ്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയതെന്നല്ലേ പറഞ്ഞത്. പക്ഷേ നീലിമ തരാനുള്ള പണം തന്നെന്ന് അവൾ എല്ലായിടത്തും പറയില്ലേ? പിന്നെ എങ്ങനെയാ? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി. അവൾക്ക് ഉടനെ തന്നെ ആ 55 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് കിട്ടിയിട്ടേ അവൾ പോവുള്ളൂ. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ഭീഷണിയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ പണം ഒപ്പിച്ചു കൊണ്ട് ചെല്ലെന്ന് പറഞ്ഞാൽ എന്നെ തിരികെ വിട്ടത്. ഇല്ല, എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും തുറന്നു പറയുന്നു, പ്രശ്നം ഉണ്ടാക്കുമെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ രണ്ടിനെയും ജീവനോടെ വച്ചേക്കില്ലെന്നും ആ പറയുന്നത്. അവൾക്ക് ഒരുപാട് ഗുണ്ടകളുണ്ട്, അവൾ കൊട്ടേഷൻ കൊടുത്ത ആൾക്കാരെ വിളിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും പേടിയാവുക. ശ്രുതി പറയാ, ദൈവമേ, എല്ലാ കാര്യങ്ങളും പൊളിയല്ലോ, ഇനി അവളെങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പണം നമുക്ക് തിരികെ തന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ അത് വിശ്വസിക്കില്ലേ? അച്ഛൻ്റെ പണമല്ലേ. ഏതും പോരാത്ത സച്ചി, അവനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് നേരെ ഇവിടെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുകിൽ തന്നെ ഉണ്ടാവും. നിൻ്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ബിസിനസ് തുടങ്ങി. ആ 55 ലക്ഷം രൂപയുടെ കണക്ക് എപ്പോഴും സച്ചി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവനും അതുപോലെ ശ്രീകാന്തിനും ഒക്കെ അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങാനും നീലിമ ഇവിടെ വന്ന് പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുമല്ലോ ദൈവമേ എന്നും പറഞ്ഞ് രണ്ടുപേരും പേടിച്ച് വിറച്ചിരിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ആ നീലിമയ്ക്ക് ആ പണം കൊടുത്ത് ഒഴിവാക്കുന്നത്? എന്താ ശ്രുതി പറയുന്നത്? നമ്മൾ എവിടെ നിന്ന് 55 ലക്ഷം രൂപ ഇപ്പോൾ ഉണ്ടാക്കി നീലിമയ്ക്ക് കൊടുക്കാനാ? അല്ലെങ്കിലും അത് ശ്രുതിയുടെ പണമല്ലേ, എന്തിനാ അവളെ പേടിച്ചത് കൊടുക്കുന്നത്? അത് തന്നെയല്ല, അത്രയും പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? ഷോപ്പ് തുടങ്ങിയിരിക്കല്ലേ, ഷോപ്പ് നിർത്താൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, അത് നിർത്താൻ പറ്റില്ല, അത് ഞാൻ ഒരിക്കലും നിർത്തില്ല, കാരണം എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അത്. ഞാൻ ഒരു വിധത്തിൽ നിവർന്ന് നിൽക്കാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. എല്ലാവരുടെയും പരിഹാസങ്ങളൊക്കെ കേട്ട് മടുത്തതാ. ഇനിയിപ്പം ആ ഷോപ്പ് നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം ശ്രുതി പറയാം, അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, എന്തെങ്കിലും ചെയ്യാമെങ്കിൽ അവൾ ചെയ്യട്ടെ, അവൾ വെറുതെ ഇങ്ങനെ പേടിപ്പിക്കത്തേ ഉള്ളൂ, അവൾ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ നീലിമയാണെങ്കിൽ ആലോചിക്കുകയാണ്, ഇവനിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചിയുടെ ചേട്ടനാണ് സുധി എന്നുള്ള കാര്യമൊന്നും നീലിമ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചിയോട് സംസാരിക്കുകയാണ്, സച്ചി, എന്തായാലും എനിക്കിങ്ങനെ ഒരാളെ കാണണം, എന്നെ ഒരുത്തൻ ചതിച്ചു, അവൻ്റെ പണം എനിക്ക് തിരികെ വാങ്ങണം എന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങളെ ചതിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ചതിച്ചതൊന്നുമല്ല, എനിക്ക് അവകാശപ്പെട്ട പൈസ തന്നെയത്. അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്കെതിരെ കേസ് കൊടുത്ത് ആ പണം തിരികെ അങ്ങ് വാങ്ങിച്ചു. ഇപ്രാവശ്യം പോകുന്നതിന് മുമ്പ് ആ കണക്ക് അങ്ങ് വീട്ടിയിട്ട് പോകണം, ആ പണം തിരികെ വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നേ എന്നൊക്കെ സച്ചിയോട് പറയുക ഓട്ടത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, മേഡത്തിന് എന്ത് ഹെൽപ്പ് വേണേലും എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് ചെയ്തു തരാമെന്ന് പറയാം. അപ്പം നീലിമ പറയുന്നുണ്ട്, അതെ അവൻ്റെ വീട്ടിലൊന്ന് പോകണം, അവിടെ പോയി ചില സംഗതികളൊക്കെ ഒന്ന് പറയാനുണ്ട്, അതുകൊണ്ട് അവരുടെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറയാം. അപ്പോൾ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പം അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീലിമ കേട്ടോ. അഡ്രസ്സ് പറയുമ്പം സച്ചി ഓർക്കും, ദൈവമേ, ഇത് എൻ്റെ വീട്ടിലെ അഡ്രസ്സല്ലേ, ഇതാണല്ലോ ഇവള് പറയുന്നത്, ഇവളെ ആരായിരിക്കും പറ്റിച്ചത്? ഇനി ശ്രുതി എങ്ങാനും ആയിരിക്കുമോ? ശ്രുതി പറഞ്ഞ കാനഡക്കാരി ഇതായിരിക്കുമോ? അന്ന് 55 ലക്ഷം കൊണ്ട് പോയെന്ന് പറഞ്ഞത് ഇവളായിരിക്കുമോ എന്നൊക്കെ സച്ചി ഇങ്ങനെ വിചാരിക്കുക.
അപ്പോഴേക്കും നീലിമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആരാ പറ്റിച്ചത്, സുധി എന്ന് പറയുന്ന ഒരുത്തനാണോ എന്ന് ചോദിക്കുമ്പോൾ നീലിമ പറയാ, അതെ, സുധി എന്ന് പറയുന്ന ഒരുത്തൻ തന്നെയാണ്. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 55 ലക്ഷം വാങ്ങി എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അത് അവൻ കയ്യോടെ തിരികെ വാങ്ങിയെന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചിക്ക് ദേഷ്യം വരിക, അപ്പം നിങ്ങളായിരുന്നല്ലേ ആ കാനഡക്കാരി, എൻ്റെ അച്ഛൻ പെൻഷനായപ്പോൾ കിട്ടിയ 55 ലക്ഷം രൂപ ആ പൊട്ടൻ സുധിയോട് പറ്റിച്ചുകൊണ്ട് കാനഡയ്ക്ക് പോയത് നിങ്ങളായിരുന്നല്ലേ. നിങ്ങളെ തേടി ഞാൻ നടക്കുകയായിരുന്നു. ഏതായാലും എൻ്റെ കൺമുന്നിൽ തന്നെ നിങ്ങൾ വന്ന് പെട്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നീലിമ ചോദിക്കുക, നിങ്ങളുടെ ചേട്ടനാണോ അവൻ എന്ന് ചോദിക്കുക. അതെ, എൻ്റെ ചേട്ടനാണ്. ഞങ്ങൾ കൂടി അനുഭവിക്കേണ്ട പണമാണ് അത്. അതാ പറ്റിച്ച് നീ കൊണ്ടുപോയത്. നീ ആ പണം തരാതെ പറ്റില്ലെന്ന് പറയാണ്. അവന് വേണ്ടെങ്കിലും ഞങ്ങൾക്കത് വേണമെന്ന് പറയാം. അപ്പം നീലിമ പറയും, ഓഹോ, അപ്പോൾ അവൻ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടല്ലേ. അവനൊരു തനി ഫ്രോഡാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ അവനെ പറ്റിച്ചുകൊണ്ട് പോയത്. ദേ, അവനിപ്പോൾ നിങ്ങളെ പറ്റിച്ചു. അപ്പോൾ പറയാണ് സച്ചി, ദേ, നിൻ്റെ വിളച്ചിലൊന്നും വേണ്ട, എനിക്ക് ആ പണം ഇപ്പം തന്നെ കിട്ടണമെന്ന് പറയാണ്. അപ്പോൾ നീലിമ പറയാം, വാ വാ, നിങ്ങളുടെ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ ചെല്ലുന്ന സംസാരിക്കാമെന്ന് പറയുക. അപ്പം സച്ചി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ പണം ഇവിടെ താടി, ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്, അതിവിടെ താ. അവനെ പറ്റിച്ചതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ എൻ്റെ അച്ഛൻ അത് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അപ്പം നീലിമ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് പോവും, ആ സുധിയുടെയും അവൻ്റെ ഭാര്യ ശ്രുതിയുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയാം. അങ്ങനെ നീലിമയും കൊണ്ട് സച്ചി അവരുടെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നീലിമ വരുന്ന കാണുമ്പം ശ്രുതിയും പേടിച്ചകത്തേക്ക് പോവാ. എന്നിട്ട് പറയുന്നുണ്ട് സുധി, ദേ അവൾ വരുന്നു, അവളെയും കൊണ്ട് പോകുന്നത് ദേ അവനാണല്ലോ സച്ചി. ഇപ്പം ഇനി എല്ലാ വിവരങ്ങളും ഇവിടെ തെളിയും. എന്താ നമ്മളിപ്പോൾ ചെയ്യുക? ഇനിയിപ്പം ഈ പണം തിരികെ കൊടുക്കാൻ നീലിമ പറയും. അതുമാത്രമല്ല, നീലിമ ഈ പണം തിരികെ തന്നെന്നുള്ള വിവരം അച്ഛനും അച്ഛമ്മയും എല്ലാവരും അറിയും. അമ്മ മാത്രം ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. അച്ഛമ്മ എന്തെങ്കിലും അറിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി പോവുക. അപ്പോഴേക്ക് സച്ചി, വാ, നിങ്ങൾ വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരിക നീലിമേ. അപ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എടാ സച്ചി, ഇതാരാടാ ഈ പെൺകുട്ടി, എന്തിനാടാ ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്? അപ്പം സച്ചി പറയാണ്, അതെ, അച്ഛനൊക്കെ എന്ത് ചെയ്യും, എല്ലാവരെയും വിളിച്ചേ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്, അതിനാണെന്ന് പറയാം. അപ്പോൾ ശ്രുതി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക കേട്ടോ, ഇപ്പം എല്ലാ കാര്യങ്ങളും തെളിയുമെന്ന് വെച്ച്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുക, അതെന്താ ഇവളേതാന്നാ ചോദിച്ചത്? അതൊക്കെ പറയാ അച്ഛമ്മേ, ആ സുധി എന്ത് ചെയ്യേ, ആ കള്ളനും കള്ളിയും അവരെ രണ്ടിനെ ഇങ്ങ് വിളിച്ചേ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ. എക്കാലവും എല്ലാം മറച്ചു വെച്ച് ജീവിക്കാമെന്ന് എല്ലാവരും വിചാരിച്ചതല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ വീൽ ചെയറിൽ നിന്ന്, എന്താ സച്ചി ഏട്ടാന്ന്. അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം സച്ചി നീലിമയോട് പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ വിളിച്ച് പറ, അതേ വന്ന് നിൽക്കുന്നു സുധി എന്ന് പറയുമ്പം നീലിമ ചോദിക്കുക സുധിയോട്, നിങ്ങൾക്ക് എന്നെ അറിയാവോ അല്ലേ സുധി എന്ന് ചോദിക്കുമ്പം സുധി പറയാം, പിന്നെ എനിക്കറിയാം നിന്നെ, നീയല്ലേ എന്നെ പറ്റിച്ചുകൊണ്ട് പോയത്, അച്ഛൻ്റെ പെൻഷൻ തുക മുഴുവൻ വാങ്ങിക്കൊണ്ട് പോയത് അച്ഛാ, ഇവളാ എന്നെ പറ്റിച്ച് നാട് കടന്നതെന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ രവി വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ നീലിമയോട്. എടി കള്ളി, നീയാണല്ലേ അപ്പം എൻ്റെ മോനെ പറ്റിച്ചെന്ന് പണം കൊണ്ട് പോയത്, ഇവനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ പണവും മോഷ്ടിച്ചുകൊണ്ട് പോയപ്പം അത് വാങ്ങി നാട് വിട്ടത് നീയാണല്ലേ, നീ ഇപ്പം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലേ, താടി എൻ്റെ പണം തിരികെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട പണമാടി എന്ന് പറയാം. അപ്പം നീലിമ പറയുന്നുണ്ട്, അങ്കിൾ ഇങ്ങനെ ദേഷ്യപ്പെടാൻ വരട്ടെ, ഞാൻ ഇവനോട് പണം തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ ആ പണം 1 രൂപ ഇല്ലാതെ തിരികെ കൊടുത്തു. ഇവനും ഇവൻ്റെ ഭാര്യയും കൂടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിയിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോ ഇത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുക, എടാ നീ ഇത് സത്യമാണോ, ദേ ഇവിടെ പറയുന്ന സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുധിയോട്. അപ്പം സുധി പറയുന്നുണ്ട്, അത് ഇതെന്നൊന്നും നീ പറയണ്ട, സത്യമാണോ എന്ന് പറഞ്ഞാൽ മതി എന്ന് സച്ചി പറയുമ്പം നീലിമ ആ എഗ്രിമെൻറ്റിൻ്റെ പേപ്പർ എടുത്ത് കാണിക്കുകയാണ്. ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എഴുതിയ എഗ്രിമെൻ്റാണ്, ഞാൻ ആ പണം 1 രൂപ ഇല്ലാതെ തിരികെ കൊടുത്തെന്നുള്ളതിൻ്റെ തെളിവാണിത്. അല്ലെങ്കിൽ ഇവനോടും ഇവൻ്റെ ഭാര്യയോടും ചോദിക്കുക, ഇവർ രണ്ടുപേരും കൂടി എന്നോട് ആ പണം വാങ്ങിക്കൊണ്ട് പോയതെന്ന് പറയാം. അപ്പോൾ ഉടനെ രവി ചോദിക്കുക, എടാ സത്യമാണോ, ആ പണം പിന്നെ നീ എന്ത് കാണിച്ചു? അപ്പോൾ പറയാണ്, അത് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയെന്ന് പറയാം. അപ്പോഴേക്കും സച്ചി ചോദിക്കുക, ഓഹോ, അപ്പോൾ അതുകൊണ്ടാണ് നീ ബിസിനസ് തുടങ്ങിയത്, എന്നിട്ട് നീ എന്താടാ പറഞ്ഞത്, നിൻ്റെ ഭാര്യ ഈ മലേഷ്യക്കാരി അവളുടെ അച്ഛൻ ജയിലിൽ കിടന്നുകൊണ്ട് അയച്ചു തന്ന പണം കൊണ്ടാണെന്നല്ലേടാ പറഞ്ഞത്? എടാ പെരുങ്കള്ള നോണയാ, എടി നീയും കള്ളത്തരം പറയായിരുന്നല്ലേ, ഇപ്പം കണ്ടില്ലേ ദൈവം ഉണ്ടെന്ന് മനസ്സിലായില്ലേ, സത്യങ്ങളൊക്കെ തെളിയുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക.
അപ്പോൾ അച്ഛമ്മ മാറ്റി നിർത്തുകയാണ് ശ്രുതിയെ. എന്നിട്ട് ചോദിക്കുക, എടി ശ്രുതി, നിൻ്റെ അച്ഛനങ്ങ് മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത്? അവിടുന്ന് പണം അയച്ചു തന്നാണ് കട തുടങ്ങിയതെന്നല്ലേ നീയും ഇവനും പറഞ്ഞത്? എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തട്ടിക്കൊണ്ട് പോയത് ഇവള് കൊണ്ട് തന്നപ്പം അത് വാങ്ങിച്ച് നീ മാത്രം ചിലവാക്കി. ഇവൻ്റെ മറ്റു മക്കൾക്കോ ഇവനോ ഒരു അവകാശവും ഇല്ലാതെ അല്ലേ? അതാണോടി ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ മലേഷ്യ തന്നെയാണോ? മലേഷ്യ പണക്കാരി കോടീശ്വരി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേടി? എന്നിട്ട് മലേഷ്യയുടെ ഒരു കാര്യങ്ങളും ഇവിടെ കാണുന്നില്ലല്ലോ. എടി പെരുങ്കളി, സത്യം പറയടി, നിന്റെ അച്ഛൻ മലേഷ്യ തന്നെയാണോ? നീയല്ലേ ഈ പണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് എന്നൊക്കെ ചോദിച്ച് അച്ഛമ്മ ശ്രുതിയെ നല്ല പച്ചയ്ക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്